ഹായ് ചങ്ങായിമാരെ, എല്ലാവർക്കും റാത്ത് തന്നെയല്ലേ. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് നല്ല നാടൻ നെയ്യ് നമ്മളെ പോരയിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ കാണിച്ചു തരുന്നത്. അതിനും വേണ്ടിയിട്ട് ഞാനിവിടെ 1 ലിറ്റർ പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതും നാടൻ പാലാണ് ഞാൻ എടുത്തത്. പാക്കറ്റ് പാലിൽ ഉണ്ടാക്കുക, പക്ഷേ നാടൻ പാലിലാകുമ്പോൾ നല്ല പാങ്ങിൽ നെയ്യ് കിട്ടും. പാൽ വെള്ളമൊന്നും ഒഴിക്കാണ്ട് നല്ല പോലെ തിളപ്പിച്ചിട്ടെടുക്കണം. നല്ല പാങ്ങ് തിളപ്പിച്ചിട്ട് ഇത് പറ്റിയ പോലെ ആയെങ്കിൽ നല്ല പാങ്ങ് നെയ്യിൻ്റെ പാട കിട്ടും. ഇനി തണിഞ്ഞ പിന്നെ നമുക്ക് ഈ മീത്തന്ന് നെയ്യിൻ്റെ പാടയെല്ലാം മാറ്റിയിട്ട് വെക്കണം. ഒരു ബോക്സിലാക്കിയിട്ട് വെക്കണം. ഇത് തണിഞ്ഞ പാലിൽ നിന്ന് എടുക്കുന്ന പാട. ഇനി ഞാൻ പിറ്റേ ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. പാൽ തണിഞ്ഞ പിന്നെ ഫ്രിഡ്ജിൽ കുറച്ച് സമയം വെക്കുമ്പോൾ നല്ല പോലെ നെയ്യ് മുകളിൽ വന്നിട്ട് നിൽക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏത് സൗകര്യം അങ്ങനെ ചെയ്താൽ മതി. ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ അതിൻ്റെ എല്ലാ പാടിയും കിട്ടും. പിന്നെ നമുക്ക് കുടിക്കാൻ കുറച്ച് പാടിയും നെയ്യിലും വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ കുറച്ച് സമയം വെച്ചാൽ മതി. എന്നിട്ട് എല്ലാം ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കണം. 10 ദിവസം കൊണ്ട് എനിക്ക് കിട്ടിയ നെയ്യിൻ്റെ പാടയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരുന്നത്. നാടൻ പാലായതുകൊണ്ട് തന്നെ നല്ല കുറേ നെയ്യിൻ്റെ പാട കിട്ടും. ഇനി നിങ്ങൾ ഇന്ന് നെയ്യ് ഉണ്ടാക്കുന്നെങ്കിൽ ഇന്നലെ തന്നെ ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്ത് വെക്കണം. അതായത് ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാവിലെ ആകുമ്പോൾ അതിനെ എടുത്തിട്ട് തണുപ്പെല്ലാം പോകാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം പുറത്ത് വെക്കണം. 1 മണിക്കൂർ വെച്ചിട്ടാകുമ്പോൾ റൂം ടെമ്പറേച്ചറിലാവും. പിന്നെ നമുക്ക് നല്ല അടി കട്ടിയുള്ള പാനിൽ, നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ നെയ്യ് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം ഇത് ഫുള്ള് മെൽറ്റാകുന്ന വരെയും ഫുള്ള് തീയിൽ തന്നെ ഞാൻ വെച്ചിട്ടുണ്ട്. കൈയെടുക്കാണ്ട് വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഒന്ന് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. ഇപ്പോൾ ഏകദേശം 90% മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി തീ ചെറുതാക്കി കൊടുക്കണം. ഞാൻ തീ ചെറിയതാക്കിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ചെറിയ തീയിൽ തന്നെ കൈയെടുക്കാണ്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ട് തന്നെ ഇരിക്കണം. ഇപ്പം നെയ്യെല്ലാം സെപ്പറേറ്റായിട്ട് വന്നിട്ടുണ്ട്. തെളിഞ്ഞ് വരാൻ തുടങ്ങിയിന്. ഏകദേശം നെയ്യെല്ലാം പുറത്ത് വന്നിന്. പക്ഷെ നമുക്ക് ഈ ഒരു പാകമായാൽ പോരാ. നമുക്ക് നെയ്യ് മോശമാവാണ്ട് കുറേ നാൾ സൂക്ഷിച്ചിട്ട് വെക്കാൻ കഴിയണം. അപ്പം അതിനും വേണ്ടിയിട്ട് ഈ ഒരു കളർ, ഇതിൻ്റെ അടിഭാഗത്തുള്ള കക്കോ എല്ലാം ഗോൾഡ് കളർ, ഒരു പൊന്നിൻ്റെ കളറാകുന്നവരെ നല്ലോണം കൈയെടുക്കാണ്ട് തന്നെ വയറ്റി കൊടുക്കണം. കൈ എടുത്ത് പോയ അടിഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകും. പിന്നെ ഞാൻ നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു ഏലക്ക ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുത്തിന്. അത് വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി വീണ്ടും ഞാൻ നല്ല പോലെ ഇടക്കി കൊടുക്കുന്നുണ്ട്. ഈ ഏലക്കാല ഒന്ന് മൊരിഞ്ഞ് വരണം. ഏകദേശം ആയിക്കൊണ്ട് വന്ന് നല്ല പോലെ പതഞ്ഞ് നിരയെല്ലാം ആയി വന്നിട്ടാകുമ്പോൾ ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം, നെയ്ക്ക് നല്ല കളറ് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. ഞാൻ എൻ്റെ തന്നെ വീട്ടിൽ പൊടിച്ച നല്ല ഫ്രഷായിട്ടുള്ള മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ അതുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും 1 മിനിറ്റ്, കൂടുതലൊന്നും ഇളക്കണ്ട, 1 മിനിറ്റും കൂടി ഇളക്കിയിട്ടാകുമ്പോൾ ഈ മഞ്ഞൾപ്പൊടീൻ്റെ പച്ചമണമെല്ലാം മാറിയിട്ട് നല്ലൊരു മൂത്ത മണം വരും. ഇപ്പോൾ എന്നെ പൊരൻ്റെ ഉള്ളിൽ നിൽക്കാൻ കഴിയുന്നില്ല. നാടൻ നെയ്യിൻ്റെ മണം കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല. പേടാവും. മറ്റേ നമ്മളെ മൈസൂർ പാക്കലും ഇല്ല, അതിൻ്റെ മണം തന്നെ നമ്മളെ മൂക്കിലേക്ക് ഇങ്ങനെ അടിക്കുന്നു. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് തണുക്കാൻ വെക്കാം. ഇതിപ്പോൾ നല്ല പോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു കുപ്പിയിലേക്ക് അരിച്ചിട്ട് ഒഴിച്ചിട്ട് കൊടുക്കണം. അടിപൊളി നെയ്യാണ്. നമുക്ക് പൊരലെന്നെ ഉണ്ടാക്കുക. ഒരു പണിയില്ല. ഈ പാലിൻ്റെ പാടിനെ ഫ്രീസറിൽ എടുത്തിട്ട് വെക്കണം. അതിനൊന്ന് മെൽറ്റാക്കിയിട്ട് എടുക്കണം. ഇത്രമാത്രം പണിയുള്ളത്. ഈ നെയ്യിനെയാണ് ഞമ്മ 400, 500, 600 കൊടുത്തിട്ട് പീടിയെന്ന് മേങ്ങുന്നത്. അത് ഞങ്ങളെ നാട്ടിൽ നാടൻ നെയ്ക്ക് 600 രൂപ, 500 രൂപ എല്ലാം ഉണ്ട്. പീടിയത്തെ നെയ്ക്കല്ല, നമ്മളെ ഇതേപോലെ ഉരുക്കിയിട്ട് കിട്ടുന്ന നാടൻ നെയ്യുണ്ട്. അത്രയും വില കൊടുത്തിട്ടാണ് ഞമ്മ എല്ലാം ഈ നാടൻ നെയ്യ് മേങ്ങുന്നത്. വെറും 10 ദിവസം കൊടുന്ന പാലിൻ്റെ പാട വെച്ചിട്ട് നമുക്കിപ്പോൾ 1/4 ലിറ്റർ നെയ്യ് കിട്ടി. 1/4 ലിറ്റർ അല്ല, കൂടുതലുണ്ടാവും. അപ്പോൾ ഞാൻ ഏകദേശം കണക്ക് പറഞ്ഞത്. ഇനിയിപ്പോൾ ഈ നമ്മൾ അരിച്ചെടുത്ത കക്കത്തിനെ വീണ്ടും ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്നും കൂടി എന്നെ ഉരുക്കിയിട്ട് എടുക്കുമ്പോൾ വീണ്ടും നമുക്ക് നെയ്യ് കിട്ടും. അങ്ങനെ 2 3 പ്രാവശ്യം കരിഞ്ഞു പോവാണ്ട് നമ്മൾ ഇതേപോലെ ഒന്ന് ഉരുക്കിയിട്ട് എടുക്കണം. അപ്പോൾ ആദ്യം മുതൽ തന്നെ ശ്രദ്ധിക്കണം. ആദ്യം കുറച്ച് സമയം മാത്രം ഫുള്ള് തീയിൽ വെക്കേണ്ടത്. അതൊന്ന് മെൽറ്റായി കഴിഞ്ഞാൽ പിന്നെ തീരുന്നത് വരെയും ചെറിയ തീയിൽ തന്നെ കൈ അടക്കാതെ ഇളക്കിക്കൊണ്ട് തന്നെ എടുക്കണം. ഈ കക്കത്തിനെ ഞാൻ 2ാമത് ഉരുക്കിയിട്ടാകുമ്പോൾ എനിക്ക് കിട്ടിയ നെയ്യ് കണ്ടില്ലേ,
ഇങ്ങനെ ഇനിയും 1-2 പ്രാവശ്യം നിങ്ങൾ ഇങ്ങനെ ഉരുക്കിയിട്ടെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ കുറേ നെയ്യ് കിട്ടും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നെയ്യിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തന്നിരുന്നത്. അപ്പോൾ എല്ലാവരും ഇത് നോക്കണം. ഞങ്ങൾക്ക് 2 ദിവസമായിട്ട് കാറ്ററിങ്ങിൻ്റെ നല്ല തിരക്കുണ്ടായിരുന്നു, വീഡിയോയിൽ ഇടാൻ സമയം കിട്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എടുത്ത വീഡിയോ കുറേ ഉണ്ട്, മാത്രം എനിക്ക് ഇടാൻ സമയം ഉണ്ടാകുന്നില്ല. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്കെല്ലാം നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന വീഡിയോസ് എല്ലാം ഷെയർ ആക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതിനെ നോക്കണം. നോക്കിയെങ്കിൽ മാത്രം പോരാ, നിങ്ങൾക്ക് ഈ എല്ലാ വീഡിയോ പെട്ടിനെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ഇതിനെ ഷെയർ ആക്കിയിട്ട് കൊടുക്കണം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിനെങ്കിൽ ഇപ്പം തന്നെ എൻ്റെ വീഡിയോക്ക് ലൈക്കും കൂടി നിങ്ങൾ കൊടുത്തത്. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിനെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തിട്ട് സഹായിക്കണം. അപ്പോൾ പിന്നെയും കാണാം.